നിങ്ങൾക്ക് പറന്ന് ഉയരുവാൻ കഴിയും. കുറേ കൂടി ഉയരത്തിൽ പറന്ന് ഉയരാം. വിദ്യാഭ്യാസത്തിൽ, നല്ല സ്വഭാവത്തിൽ, ബിസിനസ്സിൽ, കൃഷിയിൽ, സമാധാനത്തിൽ കുറേ കൂടി പറന്ന് ഉയരാം. കുറേ കൂടി നല്ല ഭർത്താവാകാം, കുറേ കൂടി നല്ല ഭാര്യയാകാം, കുറേ കൂടി നല്ല വിദ്യാർത്ഥിയാകാം. എങ്ങനെ? കുറേ നാളുകൾക്ക് മുൻപ് ഈ തത്വം വിശദീകരിക്കുന്ന അസാധാരണമായ ഒരു കഥ എൻ്റെ മനസ്സിൽ ജന്മമെടുത്തു. ഞാനും ഒരു കൂട്ടം പ്രവർത്തകരും ചേർന്ന് അത് ചലച്ചിത്രമാക്കിയിരിക്കുന്നു. ഇത് കാണുവാൻ ഞാൻ നിങ്ങൾക്ക് സ്വാഗതം പറയുകയാണ്. സ്വാഗതം. പക്ഷെ ഒരു കാര്യം, അടുത്ത 1.5 മണിക്കൂർ നിങ്ങൾ ചിന്തിക്കും, ചിരിക്കും, കരയും. ചിലപ്പോൾ നിങ്ങളെ തന്നെ ഈ ചിത്രത്തിൽ കാണുവാൻ നിങ്ങൾക്കിടയാകും. നിങ്ങളോടൊപ്പം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഇത് കാണുവാൻ ക്ഷണിക്കുക. ഒരു കപ്പ് കാപ്പിയോ ഒരു പാത്രത്തിൽ കുറേ കപ്പലണ്ടിയോ കരുതുക. ഈ ചലച്ചിത്രം തീരുന്നതുവരെ സ്വസ്ഥമായിരുന്ന് ഇത് കാണുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് പരിചയമുള്ള പലരെയും ഈ ചിത്രത്തിൽ കാണാം. അവർ നിങ്ങളോട് സംസാരിക്കും, അവർ നിങ്ങളെ ചിരിപ്പിക്കും, കരയിക്കും, ചിന്തിപ്പിക്കും. അവരിൽ പലരും നിങ്ങളോട് പറയും, ഞങ്ങൾ കാണിച്ച ഭോഷത്വം നിങ്ങൾ കാണിക്കരുതേ. മറ്റു ചിലർ പറയും, പുതിയ ആരംഭം നിങ്ങൾക്കും സാധ്യമാണ്. ഇതാ കഥ ഇവിടെ തുടങ്ങുന്നു. മോഹന, താ മാത്രം ഇങ്ങനെ മാറിയിരിക്കുന്നത് ശരിയല്ല. അവസാനം തനിക്കൊരു പ്രശ്നം വന്നാ ആരും കാണില്ല കൂടെ. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആടോ. എന്നാലും സമരം ചെയ്ത് എന്റെ കുടുംബത്തെ പട്ടിണിക്കിടാൻ ഞാനില്ല. ഞാനേ ഇതൊക്കെ ഒന്ന് അനുഭവിച്ചതാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തിന്മയ്ക്കെതിരെ വാളെടുത്ത് പോരാടാം. ചോരച്ചാലുകൾ നീന്തിക്കയറിയ ചരിത്രമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ തെരുവുകളിൽ ഇനി ഉയരേണ്ടത് നിങ്ങളുടെ ശബ്ദമാണ്. അതുകൊണ്ട് ഈ സമരമുഖത്തേക്ക് ഇറങ്ങാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. സോ ബ്രദേഴ്സ്, വെൽക്കം ടു ദ ബാറ്റിൽ ഫീൽഡ്. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ.
ഇന്നത്തെ ക്ലാസ് ആ കാര്യം തന്നെയാണ് സാറ് റിപ്പീറ്റ് ചെയ്തത്. വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോ അല്ല, ഞാൻ അപ്പോഴും വേണ്ടല്ലേ വരുന്നുണ്ട്. ചേച്ചി കൊറേ നാളായില്ലടി പ്രീ ഡിഗ്രി കുത്താൻ തുടങ്ങിയിട്ട്. ഛീ, പോടാ. അച്ഛാ, ആ അനിലൻ ഇന്നും കളിയാക്കി. പന്ന റാസ്കൾ. അതെങ്ങനെയാ? തന്തയുടെ സ്വഭാവം മോനും കാണിക്കൂ. മോള് വിഷമിക്കണ്ട. അല്ല അച്ഛാ, ഇങ്ങനെയാണ് ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. എന്താ മോളെ ഇത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ച് അച്ഛൻ ഇന്ന് തന്നെ ആ ചെറുക്കനെ കണ്ട് 4 വർത്തമാനം പറയുന്നുണ്ട്. അല്ല, ഇതിപ്പോ നീ കോളേജിൽ പോകാതിരിക്കാനൊരു വഴിയാക്കണ്ട. അച്ഛാ, മതി മതി. ഇത് എത്രാമത്തെയാ? ഇല്ല മോളെ, അച്ഛന്റെ ഇതോടെ നിർത്തി. ദേ, ഈ ഇടയെ കുറെ കൂടുന്നുണ്ട് ട്ടോ. വേഗം പോയി കുളിച്ചേ. മോഹനേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കപ്പയും മീൻകറിയാ ശീലമ്മ ഉണ്ടാക്കിയിരിക്കുന്നേ. എടി പ്രിയേ, അച്ഛനെ അമ്മയാണോ പേര് പറഞ്ഞു വിളിക്കുന്നേ? എന്റെ പൊന്നും കൊടുത്തിനെങ്ങാനും തൊട്ടാലുണ്ടല്ലോ. ഒരച്ഛനും മോളും. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. അവന്മാരെ രണ്ടിനെയും കണ്ടില്ലല്ലോ. അനിൽ എനിക്കൊരു ഫുള്ളുമായിട്ട് വരാമെന്ന് പറഞ്ഞതാ. മൂത്തവന്റെ ഊരിവറ്റില് കഴിഞ്ഞു കാണുകയല്ല. നീ ചൊല്ല്. ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. എവിടാ നിന്റെ പുന്നാര മോൻ? മടിയിൽ വെച്ചോണ്ടിരിക്കാതെ ഇറക്കി വിടറാ അവനെ. മോഹന, വെറുതെ വേഷം കെട്ടെടുക്കരുത്. പെൺപിള്ളേരെ വഴിയടക്കാൻ സമ്മതിക്കുകയല്ല അവൻ. അനിലേ, നീ ഇത്ര ചാടാനും മാത്രം അല്ല എന്തോ ഇതെന്നാ പറയുന്നത്. വിളിച്ച് ചോദിക്കണ അവനോട്. ദിവസം കുറയായി എന്റെ മോള് സഹിക്കുന്നു. ഇത്ര മാത്രം തൊണ്ണൂറത്തോടെ പെണ്ണുണ്ടായേ. ആണുങ്ങൾ സംസാരിച്ചിടത്ത് കേറി പറയാൻ നീ ആരാടി? മെക്കെട്ട് കയറുന്നൊക്കെ സ്വന്തം കെട്ടിയോളൂ മതി. അച്ഛൻ എന്തിനാ ഈ വർക്കത്തില്ലാത്തവരോട് സംസാരിക്കാൻ പോകുന്നേ? വർക്കത്തില്ലാത്തത് നിന്റെ തന്തക്കാടി. ഏതള്ളേ, നിങ്ങളെന്റെ വായിലിരിക്കുന്നത് കേൾക്കും. എന്ന് ചിലക്കാതെ കെട്ടിയോനെ വിളിച്ചോണ്ട് പോടി. ഇനി എങ്ങാനും അവനെന്റെ മോളെ കളിയാക്കിയ മതി മതി, നിങ്ങൾ ഒന്നിങ്ങോട്ട് വന്നേ. ഒന്ന് വാ ഇങ്ങോട്ട്. അനിലിങ്ങ് വരട്ടെ. അവൻ കളിയാക്കിയെങ്കിലേ നന്നായി. അല്ലെങ്കിലും ആ പെണ്ണിന് 2 എല്ല് കൂടുതൽ. നീ ഇനി അവനോട് ചോദിക്കാനും പറ്റി പോകണ്ട. പ്രിയേ, നീ എനിക്ക് ഇതുവരെ ഒരു മറുപടി തന്നില്ല. സുനിലിന് എന്താ വേണ്ടേ? എനിക്ക് പറയാനുള്ളത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. അതല്ല പ്രിയേ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. നല്ലോണം ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞത്. നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ എന്റെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. അച്ഛൻ ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യത്തുമില്ല. അപ്പോ നിനക്കെന്നെ ഇഷ്ടമല്ലാന്നല്ല? ഇത് വലിയ ശല്യമായല്ലോ. ഇല്ല, എനിക്കിഷ്ടമല്ല. എന്താടി, കഴിഞ്ഞ ദിവസമൊന്നും പോരാഞ്ഞിട്ടാണോ? വെറുതെ ചൂടാവണ്ട. നിങ്ങളുടെ മോനാ എന്റെ പുറകെ ചൊറിഞ്ഞോണ്ട് വരുന്നേ. പിന്നെ നാണയില്ലടാ വല്ല പെമ്പിള്ളേരുടെ ഒക്കെ പുറകെ. എന്നിട്ട് ഇനി ഇതും പറഞ്ഞോണ്ട് വേണം മോഹനം വന്ന് അലമ്പുണ്ടാക്കാൻ. ഞാൻ എന്നാ ചെയ്തു പപ്പ ഈ പറയുന്നേ? അയ്യോ, സാർ ഒന്നും ചെയ്തില്ല. രാവിലെ ആഫീസിലിരുന്ന് നോട്ട് എണ്ണുമല്ലായിരുന്നോ? ഒരു ജോലി കിട്ടാത്ത എന്റെ കുഴപ്പമാണോ? അല്ലടാ, കുഴപ്പം മുഴുവൻ എന്റെയാ. പൊരയുടെ വീട് വെച്ച കാശാ ബോംബെ കൊണ്ടേ മുടിപ്പിച്ചെന്ന് വല്ല വിചാരം ഉണ്ടായിരുന്നെങ്കിൽ. വിസാകാരം പറ്റിച്ചതിന് ഞാൻ എന്നാ ചെയ്യാനാ? വേണ്ടടാ, നീ ഒന്നും ചെയ്യണ്ട. കുളത്തിലോട്ട് കല്ലു എറിഞ്ഞോണ്ടിരുന്നു. 2 ആൺമക്കളുണ്ടായപ്പോ ഞാൻ വിചാരിച്ചു വയസ്സ് കാലത്തൊരു താങ്ങായല്ലോന്ന്. ഏതായാലും നിന്റെയൊക്കെ കയ്യിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം പോലും. എറിഞ്ഞോ. സന്ധ്യക്ക് ഊണ് കഴിക്കാറാകുമ്പോഴേക്കും അങ്ങ് എത്തിയേക്കണേ. നാളെ എറിയണ്ടല്ലേ, ഗോണം പിടിക്കാത്തവൻ.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയും കൈയും കെട്ടി നോക്കിയിരിക്കാൻ നമുക്കാവില്ല. മാനേജ്മെന്റിന്റെ ഈ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധ സമരം നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു. അതിന് എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കുന്നു ഉറപ്പുണ്ടോ ജോസേ? ആ മോഹന്റെ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്? അതൊക്കെ ഞങ്ങൾക്ക് വിട്ടേരെ. ഈ സമരത്തിൽ എല്ലാരും സഹകരിക്കും. സഹകരിക്കും, ഇല്ലെങ്കിൽ സഹകരിപ്പിക്കും. ഏതായാലും 2 ആഴ്ചയോടെ നമുക്ക് നോക്കാം. അതിനുശേഷം ഒരു അവധിയില്ലെന്ന് ഞാൻ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തൽക്കാലം നമുക്ക് പിരിയാം. നന്ദി, നമസ്കാരം. അല്ലെങ്കിൽ പിന്നെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനെ ഒതുക്കേണ്ട നിങ്ങളുടെ മാത്രമല്ല, എന്റെയും കൂടെ ആവശ്യമാണ്. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഒരു ഈച്ച പോലും ഇത് അറിയാൻ ഇടവരരുത്. കുറഞ്ഞത് ഒരു 4 മാസത്തേക്കെങ്കിലും മോഹൻ വെളിയിലായിരിക്കണം. അതിനുള്ള പണിയൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നാളെ മുതൽ മോഹൻ ഈ ഫാക്ടറി ജോലിക്കാണില്ല. പോരെ? മതി, അത് മതി. നിങ്ങൾ എനിക്ക് എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ. നിങ്ങളുടെ പ്രശ്നം എന്റെയും പ്രശ്നം. ധൈര്യമായിട്ടിരിക്കുക. ഇതൊന്ന് മാറ്റി എഴുതേക്ക്. ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച എന്ത് കാര്യവും സാധിക്കൂടോ? പള്ളിയായ പള്ളി മുഴുവൻ കയറി നിറങ്ങുന്നവരാ നമ്മുടെ ജോസും കെട്ടിയോളും. എന്നിട്ടോ എന്നും കടവും കള്ളുകൂടിയും തമ്മിത്തലും തന്നെയാ. എടോ, ഈ ദൈവമൊന്നും പള്ളിന്നൊക്കെ പറയുന്നതേ വെറും ഒരു തട്ടിപ്പാ. അല്ല, തന്റെ പേടി കണ്ടപ്പോ ഞാൻ ആ പള്ളിയെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെ പേടിക്കാതിരിക്കും? സമരം ചെയ്ത് എന്റെ കുടുംബം പട്ടിണിയിലായാലേ താൻ തരുവോ കഞ്ഞിക്കുള്ള വക? അല്ല മോഹന, മോളുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ താൻ ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ ഇഷ്ടം പോലെ വിദ്യാഭ്യാസ ലോൺ കിട്ടും. ബാംഗ്ലൂരോ കോയമ്പത്തൂരോ എവിടെ വേണമെങ്കിലും നഴ്സിംഗിന്. മോഹന, മാനേജർ വിളിക്കുന്നു. ചെല്ലു മോഹന. സാറെന്നെ വിളിച്ചോ? താൻ എന്താടോ വിചാരിച്ചത്? ഞങ്ങളൊക്കെ ഒരു മണ്ടന്മാരാണെന്നോ? എന്തു പറ്റി സാർ? ഇവനെയൊക്കെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. സാർ ഇതുവരെ കാര്യം പറഞ്ഞില്ല. ഒന്നും അറിയാത്തൊരു പച്ച പാവം. അയ്യോ സാർ, ഗോഡൌണിൽ നിന്ന് സാധനങ്ങൾ കടത്തി വിൽക്കുക, എന്നിട്ട് ആരും അറിയാതിരിക്കാൻ രേഖകൾ ഉണ്ടാക്കുക. അയ്യോ സാറേ, ഞാൻ ഈ സ്റ്റോക്ക് ബുക്കുകളൊന്നും ഞങ്ങളാരും നോക്കില്ലെന്നാണ് കരുതിയേ. 50,000 രൂപയുടെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ കള്ളക്കണക്ക് എഴുതി വെച്ചിരിക്കുന്നു. സാർ, ഇദ്ദേഹം വെറുതെ പറയുക. എനിക്കൊന്നും കേൾക്കണ്ട. യു ആർ സസ്പെൻഡഡ് ഇൻഡെഫിനിറ്റ്ലി. ബാക്കി കാര്യങ്ങളൊക്കെ എൻക്വയറി കമ്മീഷൻ തീരുമാനിക്കും. അയ്യോ സാർ, പ്രശ്നമാക്കരുത്. എന്റെ കുടുംബം പട്ടിണിയായി പോകും സാറേ. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഇല്ല സാർ, സത്യമായിട്ട് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ഒരു സാധനവും ഞാൻ കട്ടിട്ടില്ല. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഇനിയെല്ലാം താൻ എൻക്വയറി കമ്മീഷനോട് പറഞ്ഞാൽ മതി. മോഹന് പോകാം. മദ്യപാനമാണട മനസ്സിനുള്ള ആനന്ദം. 2 തുള്ളി ഉള്ളിൽ ചെന്നാൽ സ്വർഗലോകമാണ്.
ഇല്ലെന്ന് എനിക്കറിയാം. സത്യം പറയടാ. ഫാക്ടറിയിൽ നിന്ന് സാധനങ്ങൾ കേട്ട എന്റെ തലേ കയറുന്നോടാ നായ. നിങ്ങൾ ഈ കാണിക്കുന്നേ? നീ കെട്ടിയവരെ വിളിച്ചോണ്ട് അകത്തോട്ട് പോക്കോ, അല്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് തീരുവൻ. എന്റെ അപ്പം തന്നെ ഫാക്ടറിയിൽ സാധനങ്ങൾ കെട്ടത്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. അകത്തേക്ക് പോരാ പറഞ്ഞത്. എടാ നീയൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ലടാ, ഒരിക്കലും. അച്ഛാ മതി മതി, എന്തിനാ ഇങ്ങനെ കുടിക്കുന്നേ? അച്ഛൻ ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ. മോളെ, അച്ഛനൊരു സങ്കടമുള്ളൂ, നിന്റെ പഠിത്തം. എന്റെ മോളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അച്ഛനത് സാധിച്ചു തരാൻ പറ്റിയില്ലേ? അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ കേൾക്കണം. എനിക്കിനി നഴ്സിങ്ങിനൊന്നും പോവണ്ട. എന്റെ അച്ഛനെ കഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് ഒരു പഠിത്തവും വേണ്ട. സങ്കടപ്പെടാൻ അത്രമാത്രം ഞാൻ കൊതിച്ചിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് ഒരു വിഷമവും ഇല്ല അച്ഛാ. എന്റെ മോളെ, ഇതെന്തൊരിപ്പാ? ഉള്ളു നീറിക്കൊണ്ട എന്റെ മോള് പറഞ്ഞ് അവക്ക് പഠിക്കണ്ടെന്ന്. എല്ലാം കൂടി ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കഷ്ടകാലം വരുമ്പോ എല്ലാം കൂടി ഒന്നിച്ചാ. അല്ലെങ്കിലും ഈ നേഴ്സ് പഠിത്തം എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോലുള്ളവർക്ക് താങ്ങാൻ പറ്റുമോ? ഇപ്പൊ അതൊന്നും ഓർക്കണ്ടേ. അല്ല ഷീലേ, എനിക്കവളെ പഠിപ്പിക്കണം, അതിന്റെ ഒരു സ്വപ്ന. ദേ, നിങ്ങളിപ്പോ സസ്പെൻഷനിലാണെന്ന് ഓർമ്മ വേണം. പോരാത്തേന് 50,000 രൂപ കമ്പനിക്ക് കടക്കാരനും. തിരിച്ചെടുത്താൽ തന്നെ അത് പിടിച്ചു തീരുന്നത് വരെ പാതി ശമ്പളമല്ലേ കിട്ടൂ. പിന്നെ എങ്ങനെയാ നമ്മള്? ജീവിതത്തിൽ ഒഴുക്കിനെതിരെ ഒരുപാട് നീന്തിയോനാ ഞാൻ. പക്ഷേ ഇപ്പൊ എന്റെ കൈയും കാലും ഒക്കെ തളരുന്ന ഷീലേ. അങ്ങനെയൊന്നും പറയാതെ. ഒക്കെ കാണുന്നൊരു ദൈവം മോളിലില്ലേ? എന്തെങ്കിലും ഒരു വഴി അവിടുന്ന് കാണിച്ചു തരാതിരിക്കില്ല. ശരിയാ, മുങ്ങിത്താഴുമ്പോ ഏതെങ്കിലും ഒരു ദൈവം ഒരു ചെറു തോണിയെങ്കിലും അയച്ചു തരാതിരിക്കില്ല. പക്ഷേ അതേ കയറാൻ നമുക്ക് അർഹത വേണം ഷീലേ. നമുക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നാട്ടിൽ പോയൊന്ന് പ്രശ്നം വെപ്പിക്കണം. ശക്തിയുണ്ടെന്ന് പറയുന്ന കുറെ പള്ളികളില്ലേ, അവിടൊക്കെ പോയൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒന്ന്, മനുഷ്യൻ ജാതിമതഭേദമന്യേ സകലരും പാപികളാണ്. റോമർ 3:23 പറയുന്നു, സകലരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായിരിക്കുന്നു. 2, പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുന്നു, ദേവാലയത്തിന് വലം ചുറ്റുന്നു, ദാനധർമ്മം ചെയ്യുന്നു. പക്ഷേ പാപത്തിൻ്റെ ബലമുള്ള പിടിയിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. റോമർ 7:23 പറയുന്നു, എൻ്റെ മനസ്സിലെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമമുണ്ട്, അത് ഞാൻ കാണുന്നു. എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമം എന്നെ അടിമപ്പെടുത്തുന്നു. അതുകൊണ്ട് മൂന്നാമതായി ഞാൻ പറയട്ടെ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപത്തിൻ്റെ കൂലി അത് ദൈവം ആദാമിനും ഹവ്വായിക്കും നിശ്ചയിച്ചതാണ്. അത് ഇന്നേ വരെ കുറഞ്ഞിട്ടില്ല എന്ന് റോമർ 6:23 പറയുന്നു.
അതായത് ഈ ലോകത്തിൽ വെച്ച് തന്നെ നാം ആത്മീയരായി മരിച്ചവരാണ്. ദൈവമായിട്ടുള്ള ബന്ധം മരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എറിഞ്ഞുകളഞ്ഞ സിഗരറ്റ് കുറ്റി വീണ്ടും കത്തിച്ച് വലിക്കുന്നത്. അതുകൊണ്ടാണ് മകളെ നോക്കി ഇനി കുടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് സന്ധ്യയ്ക്ക് വീണ്ടും സ്നേഹിതർ വിളിക്കുമ്പോൾ നോ പറയാൻ കഴിയാത്തത്. ഈ ലോകത്തിൽ അനാത്മികരായി മരിച്ചവർ തീർച്ചയായും അവസാനം നിത്യനരകത്തിലേക്ക് തന്നെ പോകും. മരണശേഷം ആരെങ്കിലും പ്രാർത്ഥിച്ചാലോ പാവങ്ങൾക്ക് ചോറ് കൊടുത്താലോ ഒന്നും നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലെന്നാണോ? അല്ല, ഒരു മാർഗമുണ്ട്. ഒരേ ഒരു മാർഗം, യേശുക്രിസ്തു. അതുകൊണ്ടാണ് നാലാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യോഹന്നാൻ 1:12 പറയുന്നു, യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ദൈവം തൻ്റെ മക്കളായി നമ്മെ അംഗീകരിക്കുകയും അധികാരം നൽകുകയും ചെയ്യുന്നു. ദൈവം മനുഷ്യന് നൽകുന്ന രക്ഷയുടെ വഴി അത്രയ്ക്ക് സരളമാണ്. പഠിത്തമുള്ളവനും പഠിത്തമില്ലാത്തവനും കിടക്കേന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവനും 10 പൈസ പോലും കയ്യിലില്ലാത്തവനും കൊലപാതകയ്ക്കും വ്യഭിചാരിക്കും ക്രൂശിലെ കള്ളനെ പോലെ ഇനി 5 നിമിഷം മാത്രമേ ജീവിതമുള്ളൂ എന്നറിയാവുന്നവനും എല്ലാം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഏറ്റവും സിമ്പിൾ വഴി അത് യേശു മാത്രമാണ്. യേശു മാത്രം. ഹൃദയം തുറന്ന് യേശുവിനെ രാജാവായി ദൈവമായി സ്വീകരിച്ചാൽ അവൻ നിങ്ങളോട് കൂടെ നടക്കും. പുതിയ ജീവനും ദൈവിക സമാധാനവും തരും. പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ സകല തിന്മയും നിങ്ങളെ വിട്ടകലും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഇന്നു മുതൽ യേശു എൻ്റെ ദൈവമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ കണ്ണടച്ചാട്ട്, നെഞ്ചത്ത് കൈവച്ചാട്ട്, ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചാട്ട്, കണ്ണടച്ച് നെഞ്ചത്ത് കൈവച്ചാട്ട്. യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപങ്ങൾ നീ എന്നോട് ക്ഷമിക്കണമേ. ക്രൂശിൽ ചൊരിഞ്ഞ നിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. എന്റെ ഹൃദയത്തിൽ വന്ന് നിറയണമേ. പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവേ, ഇന്നു മുതൽ നീ എന്റെ രക്ഷകനാണ്. എന്നെ രക്ഷിച്ചതിനായി നിനക്ക് സ്തോത്രം. ആമേൻ. ഈ പുസ്തകം വായിക്കണം കേട്ടോ. നല്ല പുസ്തകം. ഇത് വേദപുസ്തകം. വായിക്കണം. എന്താ സഹോദരന്റെ പേര്? ഞാൻ മോഹൻ. ആ, ഇവിടെ അടുത്താണോ വീട്? ഈ കാണുന്നതാ. ആഹാ. എന്നാൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുമോ? അതിനെന്താ, വന്നാട്ടെ. ആ, വരാം. സാർ ഇവിടെ നിന്നാട്ടെ, ഞാൻ ഇങ്ങ് എടുത്തോണ്ട് വരാം. എന്റെ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ലേ. അതിനെന്താ, എന്റെ വീട് ഇതിലും ചെറുതാ. വാ. അല്ല വർഗീസ് ഉപദേശി, ഈ എല്ലാ പ്രശ്നങ്ങളും യേശു മാറ്റിത്തരുമോ? അല്ല, ഞാൻ എത്രയോ അമ്പലങ്ങളിലും പള്ളികളിലും പോയി പ്രാർത്ഥിച്ചു, നേർച്ച നടത്തി, ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. മോഹന, യേശു ഭൂമിയിൽ വന്നത് നമുക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമായിട്ടാണ്. പ്രശ്നവും രോഗവും സാമ്പത്തിക തകർച്ചയുമൊക്കെ ഈ സമൃദ്ധിയിൽ പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ ഉണ്ടാകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സംശയത്തിനിടം കൊടുക്കാതെ ദൈവം എനിക്ക് തീർച്ചയായും ചെയ്തു തരും എന്ന വിശ്വാസത്തോടെ ചേർത്ത് നിൽക്കണം. ദൈവം എനിക്ക് ചെയ്തു തരണമെങ്കിൽ ഞാനിനി എന്തൊക്കെ ചെയ്യണം ഉപദേശി? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കഴിവ് കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ജീവിത വിശുദ്ധി കൊണ്ടോ ത്യാഗജീവിതം കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ കഴിയുന്നതല്ല അനുഗ്രഹം. അനുഗ്രഹം ഒരു ദാനമാണ്. പക്ഷേ നമുക്കൊന്ന് ചെയ്യാം. നമുക്ക് 100 ഭാവന കാണാം. 90 നടന്നില്ലെന്ന് വരാം. എന്നാൽ 10 വലിയ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. അപ്പോ ഞാനും വെറുതെ അങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതിയോ? അതുപോരാ. നീ പാപിയാണെന്ന് പൂർണ്ണ ബോധ്യത്തോടെ യേശുവിൻ്റെ സന്നിധിയിൽ കടന്നു വരണം. യേശുവേ, എൻ്റെ ഉള്ളിലേക്ക് വരണമേ, എന്നിൽ വന്ന് നിറഞ്ഞ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പശ്ചാത്തപിക്കണം. യേശുവിനെ മാത്രം രക്ഷിതാവായി സ്വീകരിച്ചാലേ
നാം യഥാർത്ഥത്തിൽ ദൈവമക്കളാകുകയുള്ളൂ. മക്കളാണെങ്കിൽ അവകാശികളാണ്, സർവസമൃദ്ധിയുടെയും അവകാശികൾ. പിതാവായ ദൈവത്തോട് പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ അതൊരിക്കലും നിരസിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. മോഹന, ഈ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം സാധിച്ചു തരുന്നത് ഭാവന കാണണം. കടഭാരം മാറുന്നത് ഭാവന കാണണം. വീട് വലുതാകുന്നത് ഭാവന കാണണം. മകളുടെ വിവാഹം നല്ല നിലയിൽ നടക്കുന്നതും ഭാവന കാണണം. ഭാവനയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം സാധിച്ചു തരും. വിശ്വാസത്തെ മാനിക്കുന്നവനാണ് ദൈവം. അവര് വന്നല്ലോ. ഇതെന്റെ മോള് പ്രിയ. മോളെന്ത് ചെയ്യുന്നു? ഞാൻ നഴ്സിംഗിന് പഠിക്കാൻ ഇങ്ങനെ. വെരി ഗുഡ്. ഉപദേശി, ഇവള എന്റെ ആകെയുള്ളൊരു സ്വത്ത്. ഇവക്ക് നേഴ്സിങ്ങിന് പോണെന്ന് ആഗ്രഹം. എനിക്കും അത് ഇഷ്ടാ. പക്ഷെ ഇപ്പോ എന്നതാ അതിനൊക്കെ ഒരു ചെലവ്. മോഹന, നീ വിളിക്കുന്ന ദൈവങ്ങളൊക്കെ മറുപടി തരാത്ത സമയത്ത് ട്രൈ ജീസസ്. യേശുവിനാൽ അസാധ്യമായിട്ടുള്ളത് യാതൊന്നുമില്ല. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ കഴിഞ്ഞാന്നേ, ഞങ്ങളെ സ്നേഹിക്കുന്നവനായ സ്വർഗീയ പിതാവേ, നിന്നോട് ചോദിക്കുകയാണ്, ഈ സഹോദരന്റെ മകളെ നഴ്സിംഗിന് വിടുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. യേശുവേ, അത് സംഭവിക്കട്ടെ. അതിനുള്ള മാർഗങ്ങൾ ഒരുങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. മോഹന, എന്തോ ഈ പുസ്തകം ഒന്ന് വായിച്ചാട്ടെ. ദൈവം അനുഗ്രഹിക്കും. പിന്നെ കാണാം. ഞാൻ ഇറങ്ങട്ടെ. മുഴുവൻ ഞാൻ കേട്ടില്ല. പ്രസംഗം കഴിഞ്ഞ് കുറെ പുസ്തകവും ബൈബിളും അങ്ങേര് വിതരണം ചെയ്തു. ആ, എനിക്ക് തന്നൊരു ബൈബിള്. അമ്മേ, ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. വേഗം വരണേ. സുനിലേ, ജോസ് ഉണ്ടോടാ മോനെ ഇവിടെ? ഇല്ല, പുറത്തോട്ട് പോയി. അതുകൊണ്ടല്ലേ ഞാനിവിടെ ഉണ്ടായത്. ഉപദേശിയുടെ പ്രസംഗം കേൾക്കാൻ നിന്റെ പപ്പ കൂടി വേണ്ടിയതായിരുന്നു. ആ, എന്തായി മോഹന കാര്യങ്ങളൊക്കെ? എൻക്വയറി തീർന്നിട്ടില്ല. അല്ല, താനുണ്ടായിരുന്നു പ്രസംഗം കേൾക്കാൻ? പിന്നെ കോളനി മൊത്തം ഇളകിയില്ലേ? എന്നെയൊക്കെ പോലെ അറിഞ്ഞിട്ടും അറിയാത്തവരായി ജീവിച്ച ഒരുപാട് പേർക്ക് ആ പ്രസംഗം കൊണ്ടെന്നാ തോന്നുന്നു. വർഗീസ് ഉപദേശി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ കുറെ ആലോചിച്ചു കേട്ടോ. താ മാത്രമല്ലടോ, അത് കേട്ടവരെല്ലാം ആലോചിച്ചു തുടങ്ങി. അല്ല, പ്രിയയുടെ അഡ്മിഷൻ കാര്യം എന്തായി? ലോണിന് അപേക്ഷിച്ചോ? ഇല്ല, അതിപ്പോ എന്ത് ചെയ്യണമെന്നാ? എടോ, മരുഭൂമിയിൽ മഴ പെയ്യുന്നതാ കൂടുതൽ വലിയ അത്ഭുതം. അതുകൊണ്ട് കുറച്ച് താമസിച്ചാലും യേശു ഒരു വഴി കാണിച്ചു തരും. താൻ ധൈര്യമായിരിക്കേ. അമ്മേ, അമ്മേ, അമ്മേ. അയ്യോ മോനെ, എന്തു പറ്റി? എന്താടാ ഇന്ന് ആരായിട്ടാ നീ തല്ലുണ്ടാക്കിയേ? എന്റെ അന്തോണിസ് പുണ്യാള, എന്നും തീ തീറ്റിക്കാനേ നേരമുള്ളൂ. ആളന്വേഷിച്ചു വരുവാടാ. ചേട്ടാ കാര്യം നോക്കിയാ മതി. എന്റെ കർത്താവ്, ഇവനെ കൊണ്ട്. എടാ നീയൊക്കെ. ശോഭേ, നീ അവനോട് ഒന്നും ചോദിക്കണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതിപ്പോ എന്നും ഓരോരോ പ്രശ്നങ്ങളാ. ശരിയാ, ഈയിടെയായി എന്നും ഓരോരോ പ്രശ്നങ്ങള്. വരൾച്ച കഴിഞ്ഞ പേമാരി എന്ന് പറഞ്ഞ പോലെയാ. മൂത്തവന്റെ വക കടം 1.5 ലക്ഷം. അതിൽ ഇനിയും ബാക്കി അടയ്ക്കാൻ കിടക്കുന്നു നല്ലൊരു തുക. രണ്ടാമത്തവനാണെങ്കിൽ 24 മണിക്കൂറും തല്ലും വഴക്കും. ശോഭേ, എനിക്കാകെ പേടിയാവുന്നു. വിഷമിക്കാതെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആ വെല്ലുപള്ളി പോയി ഒരു കൂടി മെഴുതിരി കത്തിക്ക്. എല്ലാം ശരിയാവും.
പ്രിയേ, പ്രിയ മോളെ, എന്താ അച്ഛാ? ദാ നിനക്കൊരു കത്തുണ്ട്. എന്നതാ നോക്കിയേ. എന്നതാ മോളെ? അച്ഛാ, ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ നിന്നാ. എനിക്കവിടെ സ്കോളർഷിപ്പോടെ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി. അപ്പൊ മോളെ കാശൊന്നും കൊടുക്കണ്ടായോ? ഒന്നും വേണ്ടച്ചാ, മുഴുവൻ ചെലവ് അവര് നോക്കും. പഠിത്തം കഴിഞ്ഞാ 1 വർഷം അവിടെ ജോലി ചെയ്യാന്നൊരു ബോണ്ട് വെക്കണം. യേശു എന്റെ പ്രാർത്ഥന കേട്ടു. മോളെ, ലോകം കൈമലർത്തിയപ്പോ സ്വർഗം താന്നിറങ്ങി നീട്ടിയ കയ്യായത്. വർഗീസ് ഉപദേശി പറഞ്ഞ എത്ര സത്യ. യേശു ഒരു നാളും കൈവിടില്ല. എന്നാ പോകേണ്ടത്? ഒരാഴ്ചക്കുള്ളിൽ ക്ലാസ് തുടങ്ങും. അപ്പൊ മോളെ ചെലവൊക്കെ ഒക്കെ അവര് നോക്കിക്കൊള്ളും. ആന്റി ഇല്ലേ? ഇല്ല, എന്താ കാര്യം? എനിക്ക് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി, സ്കോളർഷിപ്പോടെ. അല്ല, ഈ പ്രീ ഡിഗ്രി ജയിക്കാത്തവരെ നേഴ്സിംഗിന് എടുക്കൂ? അനിലേ, പ്രീ ഡിഗ്രി ജയിച്ചിട്ട് തന്നെയാ ഞാൻ എൻട്രൻസ് എഴുതിയത്. ഓഹോ. അപ്പോ പ്രിയ ഇവിടുന്ന് പോകുകയല്ലേ? എവിടെയായാലും ഇയാൾക്ക് നല്ലതേ വരൂ. അല്ല പ്രിയേ, ഇതെങ്ങനെ ഒപ്പിച്ചു? അതെനിക്ക് വർഗീസ് ഉപദേശി പറഞ്ഞൊരു വഴിയാ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കിടക്കാം. അപ്പോ ഇടയ്ക്കിടയ്ക്ക് എണീക്കും. അപ്പൊ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന? പിന്നെ പ്രാർത്ഥന. അവന്മാരെ ഉത്സവത്തിന് 2 സ്പീക്കർ വെച്ച നമ്മുടെ പെരുന്നാളിന് 4 സ്പീക്കർ നമ്മൾ വയ്ക്കും. ഒന്ന് പോവാ. അല്ല പിന്നെ നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മളല്ലേടാ ഇതൊക്കെ ചെയ്യേണ്ടത്. ജോസേ, എന്താടാ? നീ ഇപ്പം വലിയ വിശ്വാസിയല്ലേ, അതായിരിക്കും ബൈബിളിനോട് ഇത്ര വലിയ സ്നേഹം. എന്നാ പിന്നെ നീ അങ്ങ് എടുത്തോളാ. ആ, കൊണ്ടുപോ, ഇറങ്ങി പോടാ. അതിവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കൊണ്ടുപോ, പോ പോ, കൊണ്ടുപോ, പോ പോ, കൊണ്ടുപോ, പോ പോ. മോഹന, എടോ മോഹന, ഒന്ന് ഇറങ്ങി വാടോ വേഗം. എന്നതാടോ? എടോ, തന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. തന്നെ ചതിക്കാൻ ആരോ മനഃപൂർവ്വം മെറ്റീരിയൽസ് അടിച്ചു മാറ്റി സ്റ്റോക്ക് തിരുത്തിയതാ. ഇനിയിപ്പോ അതാരാണെന്ന് തെളിഞ്ഞാ മതി. ഏതായാലും തന്നോട് ഇന്നു മുതൽ ഫാക്ടറി വരാൻ പറഞ്ഞിരിക്കും. ജോസെ, ഒരു മിനിറ്റ്. എന്താ? പഴയതൊക്കെ മറക്കണം. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. നമുക്ക് നല്ല അയൽക്കാരായി കഴിയാം. എനിക്ക് ഒരയൽക്കാരനും വേണ്ട, അയൽക്കാരന് സ്നേഹവും വേണ്ട. പിന്നെ അന്നത്തെ പ്രശ്നം അതൊക്കെ ഞാൻ അന്നേ വിട്ടു. നിങ്ങൾ പറഞ്ഞത് നേരാ. നമ്മുടെ മോഹനും ഷീലയ്ക്കും എന്തോ പറ്റിയിട്ടുണ്ട്. ഫാക്ടറിയിൽ വെച്ച് ഇങ്ങോട്ട് വന്ന് മാപ്പ് പറഞ്ഞപ്പോ ഞാനങ്ങ് വല്ലാതായെന്നേ. വിശ്വസിച്ച് പ്രാർത്ഥിച്ച ജോലി കിട്ടുന്നൊക്കെ നമ്മുടെ സുനിലിനോടും കഴിഞ്ഞ ദിവസം പറയണ കിട്ടു. മോഹന്റെ സസ്പെൻഷൻ പിൻവലിച്ചതും പ്രാർത്ഥന കൊണ്ടാണെന്ന്. അപ്പുറത്തെ ജാനകി ഇന്നലെ പറയുവാ അവരൊരു മുറുകൂടെ പിടിക്കാൻ പോവാന്ന്. ഇതൊക്കെ സഭയെ ചേരാൻ വേണ്ടി സായിപ്പന്മാര് കൊടുക്കുന്ന പണം കൊണ്ടാടി. പക്ഷെ ജാനകി പറഞ്ഞല്ലോ, മോഹൻ വരുമാനത്തിന്റെ 10-1 സഭയ്ക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെന്ന്. ആ, എന്നതായാലും ആളുടെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട്. ഒന്നുമില്ലേലും മനുഷ്യന് സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ.
മോഹനം മാത്രമല്ലെന്നേ, ഞങ്ങളുടെ കോളനിയിൽ എല്ലാ വീട്ടിലും ഒരാളെങ്കിലും രക്ഷിക്കപ്പെട്ടു. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ ഇപ്പോ ആളങ്ങ് മാറി. ജോസേട്ടനോട് മാപ്പ് പറഞ്ഞതായി എനിക്ക് അത്ഭുതം. ഇതൊക്കെ ഓരോ നമ്പറാണെന്നേ. ഇത്രയും നല്ലൊരു മനുഷ്യനെയാണോ നമ്മുടെ കൂട്ടത്തിലുള്ളവർ കൂടി ചതിച്ചത്? ഇത് കൊള്ളാം. കട്ടവൻ പിടിക്കപ്പെട്ടപ്പോ അവന് മാനസാന്തരം ഉണ്ടായി. ഉടനെ അവനെ അങ്ങ് പുണ്യാളനാക്കി. നിങ്ങളെപ്പോലെ കുറെ എണ്ണം. വിട്ടുകളാ. ഏതായാലും ആൾക്ക് മാറ്റമുണ്ടെന്ന് ജോഷിയേട്ടൻ തന്നെ സമ്മതിച്ചാണല്ലോ. മോഹൻ ഇപ്പോഴാ ഉപദേശിയുടെ സംഘടനയില. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് പ്രവർത്തനമുണ്ട്. എന്നാ പ്രവർത്തനം? 100-300 കുട്ടികൾ പഠിക്കുന്ന 5 അനാഥാലയങ്ങൾ, പിന്നെ മെഡിക്കൽ ക്യാമ്പുകൾ, സ്കൂളുകൾ ഒക്കെ നടത്തുന്നുണ്ട്. ഒരുപാട് പാവങ്ങളെ പല രീതിയിൽ സഹായിച്ചിട്ടുള്ള സംഘടനയാണ്. ഇങ്ങനൊരു സംഘടനയിൽ ചേർന്നാ പിന്നെ ആരാ മാറാതിരിക്കുക? ഇതൊക്കെ പറഞ്ഞാലും മോഹൻ എവിടെ? കർത്താവേ, എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ. നീ ജോസിനും കുടുംബത്തിനും നിന്നെ തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കണേ. എടോ, താനെവിടായിരുന്നു? അല്ല മോഹന, തനിക്കിങ്ങനെ ഉറക്കെ ഹല്ലേലൂയ വിളിക്കാനും വേദപുസ്തകം കഷത്തി വെച്ചുകൊണ്ട് നടക്കാനും നാണമില്ലേ? മാധവ, പണ്ട് കള്ളും കുടിച്ച് ഉടുതുണിയില്ലാതെ ഓടേ കിടന്നപ്പോ നാണമില്ലാത്തവനാണെന്ന് എന്നെ അന്ന് ആരും വിളിച്ചില്ല. ഇന്നിപ്പോ യേശു എന്നെ മാന്യനാക്കി. ആ യേശുവിനെ ഉറക്ക സ്തുതിച്ചാൽ അതിലെനിക്കൊരു നാണക്കേടുമില്ല. അതുകൊണ്ടല്ല, താനൊരു തൊഴിലാളി നേതാവൊക്കെ അല്ലായിരുന്നു? എടോ, ആവശ്യമുള്ളിടത്തോളം കാലം നമ്മളെയൊക്കെ പാർട്ടിക്ക് ജീവനാ എന്ന് അവർക്ക് വേണ്ടാന്ന് തോന്നുന്നു. അന്ന് തീർന്നു. പക്ഷേ എന്നെയും തന്നെയൊക്കെ ഒരു കാലത്തും അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞവനാ യേശു. ഇവരെ പോലെ യേശു കാലം മാറുകയല്ല. ഏതായാലും തന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയല്ലോ. വീട്ടിൽ സമാധാനമുണ്ട്. അത് തന്നെ വലിയ കാര്യം. ഞാൻ ചോദിച്ച കാശ് ഉണ്ടോ? ആ, ഇപ്പോഴാ ഓർത്തത്. പിന്നെ മുഴുവനില്ല കേട്ടോ, ഉള്ളത് തരാം. മകളുടെ വയറുകാണൽ ചടങ്ങ് മുടങ്ങണ്ട. ശരി. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. ഇതവിടെ. എന്റെ കർത്താവേ, എന്താ എന്താ പാപ്പ? എന്താ ജപ്തി നോട്ടീസ്? വരുന്ന 10-ാം തീയതിക്കകം രൂപ 50,000 കൊണ്ട് അടച്ചില്ലെങ്കിൽ വഴിയിലിറങ്ങി തെണ്ടേണ്ടി വരും. തന്തേം നല്ലേം തെണ്ടുന്നൂടെ കണ്ട തൃപ്തിയാവൂല്ലോ നിനക്ക്? കർത്താവേ, ഞാൻ എവിടെ ചെന്ന് ഉണ്ടാക്കാനാ? ഷീലേ, ഞാൻ ഈ പത്രത്തിൽ കണ്ട ജോലിക്കാരൻ സുനിലിനോടൊന്ന് പറഞ്ഞേച്ചു വരാം. സുനിലേ, 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 സുനിലേ. എന്തിനാടാ നീ? മോനേട്ടാ, ഞാൻ കാരണം
ഞാനിനി എന്നാ ചെയ്യും? സുനിലെ, നീ മരിച്ചാൽ ഈ പ്രശ്നം അവസാനിക്കൂ? നിന്റെ വീട്ടുകാർ ഇതിൽ നിന്ന് രക്ഷപ്പെടുവോ? എടോ, ആത്മഹത്യ ഒരു ഒളിച്ചോട്ടം മാത്ര. നീ മരിച്ചാലും ഈ പ്രശ്നം അതേപോലെ തന്നെ നിൽക്കും. നിന്റെ നിത്യത നീ നഷ്ടമാക്കുകയും ചെയ്യും. ഒരു പരിഹാരമാണ് നിനക്ക് ആവശ്യമെങ്കിൽ അതിനിതല്ല മോനെ വഴി. അത് എല്ലാ വഴി അടഞ്ഞാ പിന്നെ ഞാൻ എന്താ ചെയ്യാ മോനേട്ടാ? ആരാ പറഞ്ഞത് എല്ലാ വഴി അടഞ്ഞെന്ന്? ഒരു വഴിയുള്ളത് നീ അറിഞ്ഞിട്ടും അറിയാതെ പോയി. മോനെ, നിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ നിനക്ക് അധികാരമില്ല. കാരണം നിന്റെ ശരീരം നിനക്ക് സ്വന്തമല്ല. വലിയൊരു വില കൊടുത്താ യേശു നിന്നെ വാങ്ങിയത്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ നീ തോൽക്കാൻ സമ്മതിച്ചാൽ തോൽക്കുന്നത് നീ മാത്രമല്ല, ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ജയമാ. നീ ജയിക്കണം, ജയിച്ചേ പറ്റൂ. ഇനി ഞാൻ എന്ത് ചെയ്യണം മോഹനേട്ടാ? ഞാൻ പറയാം. ആദ്യം നീ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറയും. രണ്ടാമതായി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ ദൈവത്തോട് ധൈര്യമായി ചോദിക്കണം. ദൈവം ഈ പ്രശ്നം മാറ്റിത്തരുമെന്ന് നീ വിശ്വസിച്ചാൽ, നിരാശപ്പെടാൻ വിസമ്മതിച്ചാൽ, എനിക്ക് ഉറപ്പുണ്ട് അത് നടക്കും. നിനക്കൊരു ജോലി വേണോ? എന്ത് ജോലിയാ വേണ്ടത്? എത്ര ശമ്പളമാ വേണ്ടത്? എല്ലാം നീ ഭാവന കണ്ട് വിശ്വസിക്കേ. വിശ്വാസത്തിന് നേടിയെടുക്കാൻ കഴിയാത്തത് ഒന്നുമില്ല സുനിലെ. മോഹനേട്ടാ, അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്ക്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ എവിടുന്ന് എടുത്തു തരാനാ? തിങ്കളാഴ്ച തരാമെന്ന് നീ പറഞ്ഞതല്ലേ? പറയുമ്പോ തരാൻ ഞാൻ എന്താ റിസർവ് ബാങ്ക് മറ്റാണോ? നിന്റെ സ്ത്രീധന കാശൊന്നുമല്ല ചോദിച്ചത്. മോഹനെ കൊടുക്കാൻ വേണ്ടി ഫാക്ടറിയിൽ നിന്ന് അടിച്ചു മാറ്റാൻ ഭീതമല്ലേ? അടിച്ചു മാറ്റിയെങ്കിലേ അതെന്റെ കഴിവ്. പങ്ക് തന്നോളാന്ന് എഗ്രിമെന്റ് ഒന്നും ഇല്ല. എടാ ദ്രോഹി, നീ എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ? കൈയിട്. ആ കാശ് നമ്പിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ. അതാരും സ്വപ്നം കാണണ്ട. രാമദാസേ, എന്നെ ചതിക്കരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. എൻ്റെ കുടുംബം പെരുവഴിയിലാകും. എന്റെ കാല് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെല്ലേ, എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ എനിക്ക് എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ. നിങ്ങളുടെ പ്രശ്നം എന്റെയും പ്രശ്നമാണ്. പ്രിയ വർഗീസ് ഉപദേശി, കത്തിന്റെ മറുപടി കിട്ടി. ഒരു സന്തോഷവാർത്ത അറിയിക്കട്ടെ. മോള് കഷ്ടപ്പെട്ട് പഠിച്ചതിനും വിശ്വസിച്ചതിനും കർത്താവ് ഉത്തരം തന്നു. അവക്ക് നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി. എന്റെ സസ്പെൻഷനും പിൻവലിച്ചു. യേശുവേ സ്തോത്രം. മറ്റൊരു പ്രാർത്ഥനാ വിഷയം കൂടി അറിയിക്കട്ടെ. എന്റെ അയൽവാസിയായ ജോസിനും കുടുംബത്തിനും ഒരു വലിയ കടബാധ്യതയുണ്ട്. ജോലിയില്ലാത്തതിനാൽ മൂത്ത മകൻ സുനിൽ വളരെ നിരാശനാണ്. ഇളയവൻ അനിൽ ഒരു നിരീശ്വരവാദിയാണ്. ഈ കുടുംബത്തെ യേശുക്രിസ്തുവിന്റെ സ്നേഹം അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്റെ ദൗത്യം. എന്ത് വില കൊടുത്തും ഇത് സാധ്യമാകാൻ ഉപദേശി പ്രാർത്ഥിക്കണേ. സ്നേഹത്തോടെ, മോഹൻ. കുറച്ച് പൈസ കാല് പിടിച്ചു. വേറെ പണിയുണ്ട്. ഒരാഴ്ചത്തെ അവധി മാത്രം മതി. ഒരാഴ്ചത്തെ അവധി. ജോസേ, നിങ്ങളിത് എവിടെയായിരുന്നു 2 ദിവസം? ഞങ്ങൾക്ക് എന്തുമാത്രം പേടിച്ചെന്നോ. മോഹന, ഞാൻ എന്റെ ഭാര്യയും പിള്ളേരും. എന്തായത് ജോസേ പിള്ളേരെ പോലെ? നിങ്ങളല്ലേ അവരെ സമാധാനിപ്പിക്കേണ്ടത്. ഞാൻ എന്ത് പറഞ്ഞാണോ അവരെ സമാധാനിപ്പിക്കേണ്ടത്? മറ്റന്നാള് എന്റെ വീട് ജപ്തി ചെയ്യും. പിന്നെ ഇല്ല ജോസേ, ഇല്ല.
ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ദൈവം മിണ്ടിപ്പോകരുത്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരുമായിരുന്നോ? അങ്ങനെയൊന്നും പറയാതെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും യേശു കേൾക്കും. ആത്മാർത്ഥം ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ ഈ പള്ളിയൊക്കെ മുട്ടയിലഴിഞ്ഞത്, തിരി കത്തിച്ചത്, ദിവസം 4-5 പേർക്ക് ഭിക്ഷ കൊടുത്തത്? എടോ, ദൈവത്തിന് വേണ്ടത് നമ്മുടെ സമയമാ, നമ്മുടെ സ്നേഹമാ, നമ്മുടെ ഹൃദയമാ, നമ്മൾ തന്നെയാ, അല്ലാതെ കുറച്ച് നേർച്ചയല്ല. യേശുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നത്. അവിടെയാ നമുക്കൊക്കെ തെറ്റുപറ്റിയത്. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ഇതൊന്നും അല്ല വിശ്വാസം. യേശു രക്ഷകനെന്ന് വിശ്വസിക്കുന്നവർ സംശയമില്ലാതെ, പരാതിയില്ലാതെ, എന്തിനും ഏതിനും അവനെ മാത്രമേ ആശ്രയിക്കൂ. അതാണ് വിശ്വാസം. ആ ആശ്രയം വിശ്വസിക്കുന്നവർക്കെല്ലാം ഫ്രീ ആയി കിട്ടുന്നതാ. അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്തായി പറയുന്നേ? അപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും ചെയ്യുന്നതോ? എടോ, ആരാ ക്രിസ്ത്യാനി? ക്രിസ്തുമതത്തിൽ ജനിച്ചാൽ ക്രിസ്ത്യാനി ആവില്ല. യേശുവിൽ വിശ്വസിച്ച്, സംശയിക്കാതെ ആശ്രയിച്ച്, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാ ക്രിസ്ത്യാനി. യേശു മാത്രമാണ് കർത്താവെന്ന് പറയുന്നവനാ ക്രിസ്ത്യാനി. അല്ലേലും ഇതൊരു മതമല്ല, ഒരു സ്നേഹബന്ധമാ. അല്ലേ, സൂക്ഷിച്ച്. ഇനി എന്നാ സൂക്ഷിക്കാനാ? എന്നെ ആരും പിടിക്കണ്ട, വിട്. മോനെ അനല്ലേ, പപ്പ ഒരു കാര്യം പറയട്ടെ. നീ കുടിക്കരുത്. പപ്പായ്ക്ക് ഒരു സത്യം മനസ്സിലായി. മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. പപ്പ കുറെ നാൾ അടിച്ചു പൊളിച്ചതല്ലേ, ഇനി ഞാനും പപ്പയുടെ പ്രായമാകുമ്പോ നിർത്താം. വിട. മോനെ അനിലേ, ഇതൊക്കെ ശരിയാണോ? ഏതൊക്കെ? അല്ല, പാതിരാത്രിയില് കള്ളും കുടിച്ച് ബോധമില്ലാതെ വീട്ടിൽ വന്ന് കേറുകയെന്ന് വെച്ചാൽ. ദേ മതി, നിർത്തിയേക്ക്. നാട്ടുകാരെ മുഴുവൻ ഉപദേശം നന്നാക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതെന്നോട് വേണ്ട, എന്നോട് ദൈവകാര്യം പറഞ്ഞു വരണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്ന കുറെ സത്യങ്ങളുണ്ട്. എന്റെ കാലിനടിയിലെ മണ്ണിടിഞ്ഞ് വീണാലും ഞാൻ അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. ഒരു ഉപദേശം വന്നിരിക്കുന്നു. അച്ചായ, ഇതെന്നാ കിടപ്പാച്ചായ? എണീറ്റേ. മൂക്കാറ്റം മുങ്ങി. സഹായം ചോദിച്ചവരൊക്കെ ഓരോന്ന് പറഞ്ഞു ഒഴിയുക. ഞാൻ നോക്കിയിട്ട് ഒരു കച്ചിത്തുരുമ്പ് കാണുന്നില്ല ശോഭേ. ദേ, നമുക്കൊരു കാര്യം ചെയ്യാം. അച്ചായനെതിരൊന്നും പറയരുത്. ദേ, ഇതുകൂടെ നമുക്ക് വിൽക്കാം. ശോഭേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതൊന്നും സാരമില്ല സാറേ. എന്തായാലും കർത്താവ് സഹായിച്ച് സത്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു മോഹൻ അത് ചെയ്യില്ലെന്ന്. ഞാൻ ആ സാറിനോട് പറയുകയും ചെയ്തു. അല്ലേ സാറേ? ഞാൻ ഒത്തിരി ആലോചിച്ചിട്ട് തന്നെയാ. ഇതിലിപ്പോ എന്നാ വിഷമിക്കാനാ? എന്നാലും ശോഭേ, സ്വർണത്തേക്കാൾ നമുക്കിപ്പോ ആവശ്യം തല ചായ്ക്കാൻ ഒരു വീടാ. ഇനി ഒന്നും ആലോചിക്കാനില്ല. സസ്പെൻഷനിലായിരുന്നപ്പോഴത്തെ ശമ്പളവും ഇതുവരെ കമ്പനി പിടിച്ചോണ്ടിരുന്ന പാതി ശമ്പളവും ചേർത്താ 20,000 രൂപയുണ്ട്. പിന്നെ കോമ്പൻസേഷൻ എന്ന നിലയ്ക്ക് വേറൊരു 10,000 കൂടി തരാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് മോഹന് 30,000 രൂപ ക്യാഷിൽ നിന്നും മേടിക്കാം. വലിയ ഉപകാരം സാർ. എന്നാ ഇതിലൊന്നും ഒപ്പിട്ടുള്ളൂ.
ജോസേ, എങ്ങോട്ടെങ്കിലും പുറപ്പെടുകയായിരുന്നോ പൊതിയൊക്കെ ആയിട്ട്? മോന്, താൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം താൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതൊന്നും സാരമില്ലടോ. ദൈവം ഇന്നെൻ്റെ വിശ്വാസത്തെ മാനിച്ചു. യേശു ഇന്നലെ ചെയ്തതെല്ലാം ഇന്നും ചെയ്യും, നാളെയും ചെയ്യും. ഞാനിന്ന് നിരപരാധിയാണെന്ന് തെളിഞ്ഞു. അതെ, ഇതിപ്പോ ജോസേട്ടന്റെ പ്രാർത്ഥന കൂടി ദൈവം കേട്ടു. നിങ്ങൾ അതങ്ങോട്ട് കൊടുക്ക്. ഇത് 40,000 രൂപയുണ്ട്. ഫാക്ടറിയിൽ നിന്ന് കിട്ടിയതും ഇവളുടെ ആഭരണങ്ങൾ പണയം വെച്ചതെല്ലാം ചേർത്താ. ഇത് കൊടുത്ത് താൻ എത്രയും വേഗം ജപ്തി അങ്ങ് ഒഴിവാക്ക്. അയ്യോ മോന, അത് തനിക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ല. എനിക്കിപ്പോ പൈസയുടെ അത്യാവശ്യം ഒന്നുമില്ല. ദാ. അല്ല, ഇത്രയും വലിയൊരു തുക ഞാൻ എങ്ങനെ? അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഉണ്ടാവുമ്പോ തന്നാ മതി. ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ബാക്കി 10,000 കൂടി നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ അങ്ങ് സംഘടിപ്പിക്കാവുന്നേ. മോന, ഞാൻ ആവശ്യത്തിന് സഹായിക്കാനല്ലേടോ അയൽക്കാര്. ആ, പിള്ളേരെവിടെ? സുനിൽ ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുക. അനിലിവിടെ ഉണ്ട്. പപ്പയ്ക്ക് നാണയില്ലേ? എന്താ കാശ് കൊടുത്ത് സഭയിൽ ആളെ കൂട്ടാൻ ഉദ്ദേശം? അനിലേ, എന്താ ഇത്? കഷ്ടം. ഇതിലിനിയിപ്പോ ചർച്ച ചെയ്യാൻ ഒന്നുമില്ല. അനിലിന്റെ വീട്ടിൽ മാത്രമല്ല, മറ്റു പലയിടത്തും മോഹനൻ കാശ് കൊടുത്ത് സഭ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ആം ഐ റൈറ്റ്? ഇത് കണ്ടില്ലെന്നടിക്കാൻ നമുക്ക് കഴിയില്ല. മതപരിവർത്തനത്തിന് ആര് ശ്രമിച്ചാലും നമ്മൾ തടയും. അല്ല, ഒരാള് സോമനസാലെ മതം മാറുകയാണെങ്കിലോ? അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. മോഹനെ എങ്ങനെ വിട്ടാ അടുത്ത ഉത്സവത്തിനോ പെരുന്നാളിനോ ഒരുത്തിനും നമ്മുടെ കൂടെ കാണില്ല. അതുകൊണ്ട് ഇനി അയാൾ നാവനക്കരുത്. അനിലേ, അത് നിന്റെ ചുമതലയാണ്. മോഹനേട്ടനോട് ഞാൻ സംസാരിക്കാം. വെറുതെ സംസാരിച്ചാ പോരാ. ഇതിന്റെ കോൺസിക്വൻസസ് അയാളെ നീ തന്നെ അറിയിക്കണം. അയ്യോ, മോഹനേട്ടനെ ഞാനെങ്ങനെയാ? യെസ്, യു ഹാവ് ടു ഡു ഇറ്റ്. നാം ഇനി പാപത്തിനടിമപ്പെടാത്തവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ആമേൻ. ആമേൻ. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. ബാക്കി രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഗുഡ് ഫ്രൈഡേയാ. അത് മനുഷ്യപുത്രന്റെ ഉയർപ്പിനെ കുറിച്ച് അവർക്കൊക്കെ പ്രത്യാശ ഉള്ളതുകൊണ്ടാ. ഉയർക്കുമെന്ന് അവർക്കൊക്കെ ഉറപ്പുണ്ട്. അതാ ഈ ഫ്രൈഡേ ഗുഡായത്. എനിക്കിന്ന് ഗുഡ് ഫ്രൈഡേ. അതെന്താ? കള്ളു കുടിക്കാതെ അച്ചായൻ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ഏതു ദിവസവും എനിക്ക് ഗുഡാ. ജോസേ, നിങ്ങൾ അന്ന് എനിക്ക് തന്ന ബൈബിളായത്. ഇനി ഇത് നിങ്ങളുടെ വീട്ടിന് ആവശ്യമുണ്ട്. ശരിയാ മോഹന, ക്രിസ്ത്യാനി എന്ന പേര് കാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു അനാവശ്യ വസ്തുവായിരുന്നു ഇതുവരെ ഈ പുസ്തകം. ഇനി മുതൽ ഞങ്ങളുടെ വീടിന്റെ വെളിച്ചവും പാതയുടെ പ്രകാശവും ഇത് മാത്രമായിരിക്കും. എന്താ അത്? നിങ്ങളിരിക്കെ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആരാത്? ആരാ അവിടെ? നീയായിരുന്നു മോനെ. മോഹനേട്ടാ, ഒന്ന് വരൂ. എന്താണില്ലേ? അതെ, ഇത് ശരിയാവില്ല. ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുക. ഈ നാട്ടുകാരെ മതം മാറ്റുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയര്. മോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ആരുടെയും മതം മാറ്റാനല്ല, മനം മാറ്റാനാ ശ്രമിക്കുന്നത്. ഇയാളെ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. അതല്ല അനിലേ, ക്രിസ്തുവിന്റെ അനുയായികളല്ലാതെ
ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേറെ ആരാ ഉള്ളത്? അപ്പോ പറഞ്ഞാ കേൾക്കാൻ ഉദ്ദേശമില്ല അല്ലേ? ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഞാൻ അറിഞ്ഞ സത്യങ്ങൾ പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. തന്നോട് ഇനിയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അയ്യോ ഒയ്യോ, വേഗം രക്ഷപ്പെട്ടോ. ആരും കാണണ്ട. ഞാൻ ആരോടും പറയില്ല. പോടാ. അച്ഛാ വേഗം രക്ഷപ്പെട്ടോ. വേഗം രക്ഷപ്പെട്ടോ. ആരും കാണണ്ട. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം ഭാഗിച്ച് ചീട്ടിട്ടു. വേഗം രക്ഷപ്പെട്ടോ. ആരും കാണണ്ട. ഞാൻ ആരോടും പറയില്ല. ഞാൻ ആരോടും പറയില്ല. ഞാൻ ആരോടും പറയില്ല. ഞാൻ ആരോടും പറയില്ല. മോഹനേട്ടാ, അനിലേ, നമ്മുടെ മോഹനം പോയടാ. ആരും ഇരുട്ടടി അടിച്ചതാ. എല്ലാരും കൂടി ആശുപത്രി കൊണ്ട്. ഞാൻ ഒന്ന് മാനേജറെ അറിയിച്ചിട്ട് വരാം. മോഹനേട്ടാ, എന്താ മോഹനേട്ടൻ ചത്തോന്ന് ഉറപ്പാക്കാൻ വേണ്ടി വന്നതാണോ? എന്നാ ഇപ്പൊ അവര് തരും ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഞാൻ വേണ്ട, എനിക്കിനി നിന്റെ മുഖം കാണണ്ട. പൊയ്ക്കോ. ഇല്ലെങ്കിൽ ചിലപ്പോ ഒരു കുടുംബത്തെ അല്ലടാ നീ ഇല്ലാതാക്കിയത്. പൊയ്ക്കോ. ഇനി എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല. കടന്നു പോടാ. പ്രിയ, ഞാനത് ചെയ്തത്. എനിക്ക് പറ്റിപ്പോയി. സാരമില്ലാനില്ലേ, അറിയാതെ ചെയ്തതല്ലേ. ഒക്കെ ഞാൻ കണ്ടതാ. അല്ല പ്രിയ, ഒരു ക്ഷമ അറിയിക്കാത്തവരാ ഞാൻ. അനിലെ, നമ്മുടെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെളുപ്പിക്കുന്നവനാ യേശു. അനില് പശ്ചാത്തപിച്ചില്ലേ? അത് മതി. അത് മാത്രം മതി ഞങ്ങൾക്ക്. മോഹനേട്ടൻ ഒന്നും പറയാനൊക്കില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്റെ അച്ഛൻ ചിലപ്പോ മരിക്കുമായിരിക്കും. പക്ഷെ ആ ദുഃഖത്തിലും ഞങ്ങൾ സന്തോഷിക്കും. കാരണം മരണത്തിലൂടെ ഒരാത്മാവിനെ കൂടെ നേടിയെടുത്തിട്ടല്ലേ അച്ഛൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. അനിലിന്റെ അതെ അനിലെ, അത് തന്നെയായിരുന്നു അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹവും. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു? ഞാൻ വെറുതെ പറയല്ല. എന്റെ അച്ഛനും ഞങ്ങളും അനിലിനോട് എപ്പോഴും ക്ഷമിച്ചു. ഞങ്ങളെ ഓർത്ത് ദുഃഖിക്കണ്ട. നിങ്ങളുടെ കുടുംബത്തിന് രക്ഷയുടെ സത്യം പറഞ്ഞു തന്നിട്ട് തന്നെ അച്ഛൻ പോകുന്നേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് സന്തോഷമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം.
ഇല്ല, എനിക്കെന്റെ മോഹനേട്ടനെ കാണണം. എനിക്കെന്റെ മോഹനേട്ടനെ കാണണം. മോഹനേട്ടാ, എന്താണത്? ഹേ, മിസ്റ്റർ, പുറത്തു പോ, എന്താ ഇത്? പുറത്തു പോകാൻ. തിയേറ്ററിനകത്താണ്. ഒന്ന് പുറത്തേക്ക് നിന്നേ. നിങ്ങളോടല്ല പറഞ്ഞത് വളരെ സീരിയസ് ആണെന്ന്. തനിക്കൊന്നും ബോധമില്ല. മോഹനേട്ടാ. ഇപ്പോഴും എല്ലായ്പ്പോഴും ജീവിതം കൊണ്ടായാലും മരണം കൊണ്ടായാലും എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിനെ ഞാൻ സധൈര്യം മഹത്വപ്പെടുത്തും. ഈ അവസ്ഥയിൽ ഏറ്റവും ആവശ്യമുള്ളത് ബൈബിളാ. അതുകൊണ്ട് ഇത് ചേട്ടൻ്റെ തന്നെ ഇരിക്കട്ടെ. നിന്റെയും എന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഒരിക്കൽ രക്തം ചൊരിഞ്ഞതാ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ. അനിലേ, നിന്റെ മാനസാന്തരത്തിനായി ഒരു മരണം കൂടി ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഈസ്റ്ററും കൂടി കാണാൻ കർത്താവ് എന്നെ അനുഗ്രഹിച്ചത്. വേദന കുറവുണ്ടോ? ആ, നല്ല കുറവുണ്ട്. എങ്ങനുണ്ടായിരുന്നു കൺവെൻഷൻ? ഓ, വലിയൊരു അനുഭവമായിരുന്നു. ഇനി താനൊന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഒരുമിച്ചൊരു ധ്യാനം കൂടാൻ. അതേ മോഹനേട്ടാ. ഹോ, യേശുവിനെ കണ്ടുമുട്ടിയ മനുഷ്യന് വരുന്നൊരു മാറ്റം. ശരിയാ ഡോ, പണ്ട് രാത്രിയായാൽ കള്ളില്ലാതെ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു. ഇപ്പോ രാത്രിയായാൽ പ്രാർത്ഥിക്കാതെ എനിക്ക് കിടക്കാൻ തോന്നില്ല. മുമ്പൊരിക്കൽ കടക്കാര് വഴി തടഞ്ഞു വെച്ചപ്പോ ശോഭ നടുറോഡിൽ വെച്ച വളയൂരി കൊടുത്തത്. ഇന്ന് അവളുടെ താലി സംരക്ഷിക്കാൻ യേശു ഒരു വഴി കാണിച്ചു തന്നു. അന്ന് കാൽക്കാശിന് വിലയില്ലായിരുന്ന സുനിൽ ഇന്ന് വലിയൊരു ഉദ്യോഗസ്ഥനായത് യേശുവിന്റെ കൃപ കൊണ്ട്. അതാടോ യേശുവിനെ കണ്ടുമുട്ടിയാലുള്ള മാറ്റം. ഹല്ലേലൂയ. ഹല്ലേലൂയ.